ലക്ഷ്മിക്കുട്ടിയമ്മയുടെ ഭവനമാണിത്. പത്മശ്രീ ലഭിച്ചതിന് ശേഷം ഇന്ത്യയിലെമ്പാടും ആദരവ് കൊടുത്തു. ആ ആദരവിൻ്റെ ഷീൽഡ് മൊമെൻ്റോ ഒക്കെയാണ് ഈ കാണുന്നത്. പക്ഷേ ഇതൊന്നും സുരക്ഷിതമായിട്ട് വെക്കാനുള്ള ഒരു ഇടം ലക്ഷ്മിക്കുട്ടിയമ്മയ്ക്ക് ഇന്നും സാധ്യമായിട്ടില്ല. ഏകദേശം 70-80 വയസ്സ് പ്രായം വരുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ വലിയ ഒരു ആഗ്രഹമാണ് ഇങ്ങനെ ഈ ഒരു മൊമെൻ്റൊക്കെ വെച്ചുകൊണ്ടുള്ളൊരു മ്യൂസിയം, അതിനോടനുബന്ധിച്ച് അവരുടെ ഒരു ഓഫീസ്, കൺസൾട്ടിങ് റൂം, അങ്ങനെയുള്ള ചെറിയ സംവിധാനത്തിൽ ഒരു ബിൽഡിംഗ് ഒരുങ്ങണമെന്ന് പലരും മോഹവാഗ്ദാനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ ഒന്നും സാധിച്ചില്ല. സ്വന്തം സ്വർണവും കയ്യിലുണ്ടായിരുന്ന തുച്ഛമായ തുകയെല്ലാം കൊണ്ട് അവിടെ ഒരു ബിൽഡിങ്ങിൻ്റെ ബേസ്മെൻറ്റ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്കൊക്കെ ഒന്നൊന്ന് കടന്ന് വന്ന് നോക്കുമ്പോൾ ബഹുമാന്യനായ ഇന്ത്യൻ രാഷ്ട്രപതി സമർപ്പിച്ചിട്ടുള്ള മൊമെൻ്റോ, അദ്ദേഹത്തിൻ്റെ ഈ മൊമെൻ്റോ പോലും സുരക്ഷിതമായിട്ട് വെക്കാനുള്ള ഒരു ഇടം ലക്ഷ്മിയമ്മയ്ക്ക് ഇല്ല എന്നുള്ളത് വളരെ പരിതാപകരമായൊരു അവസ്ഥയാണ്. കണ്ടില്ലേ? ഇതിനൊരു പരിഹാരം തീർച്ചയായിട്ടും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ സന്നദ്ധ സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നോ ഉണ്ടായി ലക്ഷ്മിയമ്മക്കുട്ടിയുടെ ആ ഒരു ആഗ്രഹം പൂർത്തീകരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. തീർച്ചയായിട്ടും എന്നെ കേൾക്കുന്ന മുഴുവൻ പേരും അമ്മയെ മനസ്സറിഞ്ഞ് സഹായിച്ച് അവർക്കൊരു, കാരണം ഒരുപാട് ജനങ്ങളുടെ അത്താണിയാണ്. വിഷതേണ്ടി വരുന്ന എല്ലാ മനുഷ്യർക്കും ഏത് രാത്രിയും ഏത് പകലും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ എല്ലാവരെയും ചികിത്സിക്കാനുള്ളൊരു മാനസികാവസ്ഥയിൽ ഇന്നും ഇവിടെ ഈ ഒരു ചെറിയ സാഹചര്യത്തിൽ ഇത്രയും വലിയ എന്താ പറയുക അംഗീകാരങ്ങൾ നേടിയിട്ട് ഇങ്ങനത്തെ സാഹചര്യങ്ങൾ ജീവിക്കുന്ന അമ്മയെ എല്ലാവരും സഹായിക്കണം, സപ്പോർട്ട് ചെയ്യണം. അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം. അവരുടെ എന്താ പറയുക വിലപ്പെട്ട ഈ പിന്നെ ദേശീയ അംഗീകാരം പത്മശ്രീ, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി സർട്ടിഫിക്കറ്റുകളാണ് ഇതാ കണ്ടില്ലേ. ഇത് ഇങ്ങനെ ഇരുന്നാൽ കാലങ്ങളോളം ഇത് അതിജീവിക്കാൻ പ്രയാസമാണ്. വരും തലമുറയ്ക്ക് ഇതൊരു മ്യൂസിയമാക്കി മാറ്റിയാൽ അത് പഠിക്കാനുള്ള ഒരുപാട് അറിവുകൾ ലക്ഷ്മിക്കുട്ടിയമ്മയിലുണ്ട്. തീർച്ചയായിട്ടും ഏറ്റവും വിഷമത്തോടു കൂടിയാണ് അമ്മ ഇങ്ങനെ കാര്യങ്ങൾ സംസാരിച്ചത്. ഞാൻ വന്നപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. വീടും സാഹചര്യങ്ങളൊക്കെ കണ്ടാൽ സാധാരണക്കാരിയായിട്ടാണ് അമ്മ ഇന്നും ഈ നാട്ടിൽ ഇവിടെ ജീവിക്കുന്നത്. സഹായിക്കാമെന്ന് ഏറ്റിട്ടുള്ളവരും ഇനി സഹായിക്കാൻ മനസ്സുള്ളവരും ഈ ലക്ഷ്മിക്കുട്ടിയമ്മയെ എല്ലാ അർത്ഥത്തിലും സഹായിച്ച് അമ്മയുടെ ആഗ്രഹ പൂർത്തീകരണമായിട്ടുള്ള മ്യൂസിയവും ഒരു ഓഫീസും കൺസൾട്ടിങ് റൂമും ഒക്കെ ചെയ്തു കൊടുക്കുന്നതിന് വേണ്ട സപ്പോർട്ട് എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണം. താങ്ക് യു വെരി മച്ച്.